അപ്പോൾ ഇന്ന് ഞാനിവിടെ ഈ സ്റ്റൗ ടോപ്പ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. കാരണം ഇത് ഓൾറെഡി ഒരെണ്ണം ഞാനിവിടെ ഓൾറെഡി ക്ലീൻ ചെയ്തു. കാരണം ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ അത് എനിക്കൊട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇതിങ്ങനെ ക്ലീനായിട്ട് വരും എന്നുള്ളത്. അല്ലെങ്കിൽ രണ്ടും ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിക്കുമായിരുന്നു. പക്ഷേ ഇത് ഓൾറെഡി ഒരെണ്ണം ഞാനിവിടെ ക്ലീൻ ചെയ്തു. ഈ അടുപ്പിൻ്റെ ഇവിടെയായിരുന്നു ഒരുപാട് ഇങ്ങനെ ഗ്രീസായിട്ട് പിടിച്ചിരുന്നത്. കാരണം ഈ സ്റ്റൗവാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇതിവിടെ നല്ല ക്ലീനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിലാണ് ഇനി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. എൻ്റെ ഈ അടുപ്പ് ഒരു 15 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു അടുപ്പാണത്. അപ്പോൾ സാധാരണ ഞാൻ എന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പോഴായിരുന്നാലും ഞാൻ എന്നും ഇത് തുടച്ച് വെക്കാറുണ്ട്. പക്ഷേ ഈ ഗ്രീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. കാരണം നമ്മൾ സാധാരണ മൺചട്ടിയൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മൺചട്ടിയുടെ അടിയിൽ നിന്ന് നന്നായിട്ട് ഈർപ്പം വരും. അങ്ങനെ ഈർപ്പം വന്നിട്ടുണ്ടെങ്കിൽ ആ ഓയിൽ അതിങ്ങനെ പിടിച്ചിരിക്കും. അപ്പം അത് സാധാരണ നമ്മൾ സ്റ്റീലിൻ്റെ വൂളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉരച്ച് കഴുകിയിട്ടുണ്ടെങ്കിലൊന്നും പോവില്ല. അല്ലെങ്കിൽ സാധാരണ ഇപ്പോൾ നമ്മൾ ചായയൊക്കെ തിളപ്പിക്കുന്ന പാത്രമൊക്കെയാണ് അങ്ങനെ കറയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ വൂൾ ഇട്ടിട്ട് നമ്മൾ കഴുകിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകും. പക്ഷേ ഗ്രീസ് പിടിച്ചത് പോവില്ല. അപ്പം ഞാനിവിടെ കുറേ നാളായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ്. ഞാൻ സാധാരണ വിനീഗർ ഇട്ടിട്ട് ഇങ്ങനെ കഴുകി നോക്കിയിട്ടുണ്ട്. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, നാരങ്ങ നീര്, പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് ഒരിക്കൽ ഇങ്ങനെ സ്റ്റീൽ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു സ്പ്രേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു. അത് എന്ത് വെച്ച് നോക്കിയിട്ടും ഈ ഗ്രീസ് പിടിച്ചിരിക്കുന്നത് പോകണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ആപ്പിൾ സൈഡർ വിനീഗറാണ് വേണ്ടത്. ആപ്പിൾ സൈഡർ വിനീഗർ ഓർഗാനിക് വേണം. കാരണം ഓർഗാനിക് അല്ലാത്തത് ഞാൻ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അത് വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ ആപ്പിൾ സൈഡർ വിനീഗർ വിത്ത് ദ മദർ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഏത് ബ്രാൻഡായിരുന്നാലും കുഴപ്പമില്ല, ഓർഗാനിക് ആയിരിക്കുകയും ചെയ്യണം. ഓർഗാനിക് ആണെന്നുണ്ടെങ്കിൽ ഈ ആപ്പിൾ സൈഡർ വിനീഗറിൻ്റെ കൂടെ വിത്ത് ദ മദർ എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ അത് നമ്മുടെ കേരളത്തിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ബാക്കി ഇതെല്ലാ ഫോറിൻ കൺട്രിയിലും കിട്ടിയിരിക്കും. മറ്റേത് ഓർഗാനിക് അല്ലാത്തത് ശരിക്കും നമ്മൾ വിനീഗറിൻ്റെ കളറായിട്ടിരിക്കും, സാധാരണ പച്ചവെള്ളത്തിൻ്റെ കളർ പോലെ ഇരിക്കും. അപ്പോൾ ഇതാണ് വേണ്ടത്. ഇനി അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സ്റ്റവ് ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഈ ടോപ്പ് എടുക്കാം, ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം. പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡിഷ് ലിക്വിഡ് എടുത്തിട്ടുണ്ട്, ഇതേപോലത്തെ സ്റ്റീലിൻ്റെ വൂൾ എടുത്തിട്ടുണ്ട്. എടുക്കുമ്പോൾ ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറച്ച് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഇതെല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ചിറ്റിച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഡീപ്പായിട്ടുള്ളിടത്ത് മാത്രമേ ഇത് ശരിക്കും ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഇതേപോലെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ചെരിച്ച് നമ്മളിങ്ങനെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം. ഉള്ളിലേക്കൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പേപ്പർ ടവൽ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് എല്ലായിടത്തും തേച്ച് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഈ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ ഈ ആപ്പിൾ സൈഡർ വിനീഗർ ആവാത്തോടത്തൊക്കെ ഇതേപോലെ ഇങ്ങനെ ഒരു പേപ്പർ ടവലിൽ വെച്ചിട്ട് ഇത് ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടേക്ക് ഒന്ന് തേച്ച് കൊടുക്കും. ഈ മുകളിലൊക്കെ ആണെങ്കിലും ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒരു പേപ്പർ ടവലിൽ എടുത്തിട്ട് ഇവിടേക്ക് ഒന്ന് തേച്ച് കൊടുക്കും. ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ എല്ലായിടത്തും തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇത് അരമണിക്കൂർ ഇതേപോലെ ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിച്ചിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് ഡിഷ് ലിക്വിഡ് ഒഴിക്കുക. ഇതേപോലത്തെ അങ്ങനെ സ്റ്റീലിൻ്റെ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈ സൈഡിലേക്ക് ഇങ്ങനെ കഴുകാനായിരിക്കും കുറച്ചും കൂടി പാടുണ്ടാവുക. അപ്പോൾ ഇത് ഒരു 3/4 ഭാഗം ഇത് ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ഈ സൈഡിൽ നിന്നൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇതേപോലത്തെ ആകെ കൂടി ഇതേപോലത്തെ 2 ട്രേ അല്ലേ ഉള്ളൂ. ഒരെണ്ണം ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തെടുത്തതാണ്. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റൗ ടോപ്പിൻ്റെ
മുകളിൽ വെച്ചിട്ട് ഇത് ചൂടാക്കുക. സാധാരണ നമ്മൾ സ്റ്റൗ ടോപ്പിൻ്റെ ഉള്ളിൽ ഇത് സാധാരണ വെക്കണ സ്ഥലത്ത് തന്നെ വെക്കരുത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായിരുന്നാലും ചൂടാവില്ല. അപ്പോൾ ഫ്ലെയിമിൻ്റെ മുകളിലൊന്ന് കാണിക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ചൂടാവും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ പോകും. ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് ചൂടാക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റാൻഡ് നമുക്ക് എടുത്ത് മാറ്റാം. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ആപ്പിൾ സൈഡർ വിനെഗർ ഒഴിച്ച് കൊടുക്കുക. ഇനി തീ ഉണക്കുക. ഇനി ഇത് ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്ലെയിമിൻ്റെ മുകളിൽ ഇങ്ങനെ മുട്ടിച്ച് വെക്കേണ്ട. ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പൊന്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കുക. അപ്പോൾ അത് പെട്ടെന്ന് പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഈ ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ചൂടാക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ആപ്പിൾ സൈഡർ അങ്ങോട്ട് മുഴുവനും അങ്ങോട്ട് ഡ്രൈ ആയി പോകും. അത് കുഴപ്പമില്ല. ഇത് ചൂടോട് കൂടിയിട്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒഴിച്ചേക്കണ ആപ്പിൾ സൈഡർ വിനെഗർ മുഴുവനും ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടോട് കൂടിയിട്ട് നമുക്കൊന്ന് കഴുകി നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സൈഡ് മാത്രമാണ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ സൈഡ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ സൈഡ് നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഒഴിച്ചിരുന്ന ആപ്പിൾ സൈഡർ വിനെഗർ മുഴുവനും ചൂടായി ഇപ്പോൾ അത് ഡ്രൈ ആയി പോയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ ബോൾ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി നോക്കാം. അപ്പോൾ അത് പെട്ടെന്ന് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. പെട്ടെന്ന് പോയി. അപ്പോൾ നിങ്ങൾ ഏറ്റാതെ അങ്ങനെ ചെയ്യാതെ കഴിഞ്ഞിട്ട് പോണില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് കഴുകി നോക്കാം. നമ്മൾ ആ ചൂടാക്കിയ സൈഡിലെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ ചൂടാക്കിയിട്ട് രണ്ടാമത് ക്ലീൻ ചെയ്തത്. ഈ അടുപ്പ് നമ്മൾ ചൂടാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇവിടെ ഈ സൈഡിലേക്ക് കുറച്ചും കൂടി ഒന്ന് പിടിച്ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലും കുറച്ച് ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുത്ത് നോക്കാം. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇപ്പോൾ സ്റ്റൗ ടോപ്പ് ഈ അടുപ്പാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പുതിയ സ്റ്റീൽ പോലെ നന്നായിട്ട് വെട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മെയിനായിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള ഈ സ്റ്റൗ ടോപ്പ് ഞാൻ നേരത്തെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ക്ലീനായിട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലല്ല ഞാനന്ന് ചെയ്തത്. അപ്പോൾ അന്ന് എന്തൊക്കെ ചെയ്തതെന്നുള്ളത് ഞാൻ തന്നെ കറക്റ്റായിട്ട് ഓർക്കണില്ല. അല്ല, ചെയ്തിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ. അതിനകത്തും ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ആപ്പിൾ സൈഡർ വിനെഗർ ഒന്ന് ഒഴിച്ച് വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് പോയി. പിന്നെ എൻ്റെ ടാപ്പിൽ നല്ല തിളച്ച വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ആപ്പിൾ സൈഡർ വിനെഗർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ സ്റ്റൗ ടോപ്പിൻ്റെ ഇത് നമുക്ക് ചൂടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് ചൂടാക്കാണ്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് നമുക്ക് ഡയറക്റ്റായിട്ട് ആപ്പിൾ സൈഡർ വിനെഗർ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് ക്ലീൻ ചെയ്തത്. അപ്പോൾ അധികം പഴക്കമില്ലാത്ത ഗ്രീസൊക്കെ പെട്ടെന്ന് പോയി. അത് കഴിഞ്ഞിട്ട് നല്ല കറുത്ത് കുറച്ച് ഗ്രീസ് പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഫ്ലെയിമിൻ്റെ മുകളിൽ വയ്ക്കാമെന്ന്. കാരണം ഫ്ലെയിമും മുട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ ടോപ്പ് ചിലപ്പോൾ നാശമായി പോവും. അപ്പോൾ ആ ഫ്ലെയിമിൻ്റെ മുട്ടിക്കാണ്ട് കുറച്ചിങ്ങനെ പൊന്തിച്ച് വെച്ചു കുറച്ച് ആപ്പിൾ സൈഡർ വിനെഗർ ഒഴിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞപ്പോൾ ആ നല്ല കറുത്തിരിക്കുന്ന ഗ്രീസും പെട്ടെന്ന് പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഇതേപോലെ ആപ്പിൾ സൈഡർ വിനെഗർ ഒഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തേച്ചെടുക്കുക. എന്നിട്ട് പോണില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ആപ്പിൾ സൈഡർ വിനെഗറും കൂടിയും ഒഴിച്ചിട്ട് ഇതേപോലെ ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കുക. നന്നായിട്ട് ചൂടാക്കുമ്പോൾ ആപ്പിൾ സൈഡർ വിനെഗർ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അത് കഴിഞ്ഞിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് കഴുകിയിട്ട് എടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് പോകും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.